ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഉദയൻ കിളിയന്നൂർ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ദക്ഷിണ കൊറിയൻ പ്രസിഡന്റ് ലീ ജെ മ്യൂങ്ങുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തുന്നു. സംസ്ഥാനത്ത് കനത്ത ചൂട് തുടരുന്നു. ഏറ്റവും ഉയർന്ന താപനില പാലക്കാട് ജില്ലയിൽ. ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ച് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി. തമിഴ്നാട്ടിലും പശ്ചിമബംഗാളിൽ ഒന്നാം ഘട്ടത്തിനുമുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണം ശക്തമാക്കി രാഷ്ട്രീയ കക്ഷികൾ. പരസ്യപ്രചാരണം നാളെ അവസാനിക്കും. തിരുവമ്പാടി പാറമേക്കാവ് വിഭാഗങ്ങളുടെ കൊടിയേറ്റോടെ തൃശൂർ പൂരത്തിന്റെ ചടങ്ങുകൾക്ക് തുടക്കമായി. പശ്ചിമേഷ്യൻ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിലും ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ ശക്തമെന്ന് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ റിപ്പോർട്ട്. IPL ക്രിക്കറ്റിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് മുംബൈ ഇന്ത്യൻസിനെ നേരിടും. വാർത്തകൾ വിശദമായി. ശ്രീലങ്കൻ സന്ദർശനത്തിന്റെ രണ്ടാം ദിനമായ ഇന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ നുവാറ ഏലിയയിൽ എത്തി. ഇന്ത്യയുടെ സഹായത്തോടെ നടപ്പിലാക്കുന്ന ഭവന പദ്ധതി പ്രദേശം സന്ദർശിച്ച അദ്ദേഹം ഇന്ത്യൻ വംശജരായ തമിഴ് വിഭാഗങ്ങളുമായി സംവദിച്ചു. 3 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി ഇന്ത്യയിലെത്തിയ ദക്ഷിണ കൊറിയൻ പ്രസിഡന്റ് ലീ ജെ മ്യൂങ്ങുമായിക്ക് രാഷ്ട്രപതി ഭവനിൽ ആചാരപരമായ സ്വീകരണം നൽകി. രാഷ്ട്രപതി ദ്രൗപദി മുർമു, പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. രാജ്ഘട്ടിലെത്തി മഹാത്മാഗാന്ധിക്ക് ദക്ഷിണ കൊറിയൻ പ്രസിഡന്റ് ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. ഇന്ന് ന്യൂഡൽഹിയിൽ പ്രധാനമന്ത്രിയുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തുകയാണ്. കപ്പൽ നിർമ്മാണം, നിർമ്മിത ബുദ്ധി, സെമി കണ്ടക്ടറുകൾ ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി സഹകരണം ശക്തിപ്പെടുത്തുന്നതിനെക്കുറിച്ച് ഇരു നേതാക്കളും ചർച്ച ചെയ്യും. തമിഴ്നാട്ടിലും പശ്ചിമബംഗാളിലും നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണം ശക്തമാക്കി രാഷ്ട്രീയ കക്ഷികൾ. സ്ഥാനാർത്ഥികൾക്കായി മുതിർന്ന ദേശീയ നേതാക്കളടക്കം പ്രചാരണ രംഗത്തുണ്ട്. തമിഴ്നാട്ടിലും പശ്ചിമബംഗാളിൽ ആദ്യഘട്ടത്തിലേക്കും വ്യാഴാഴ്ചയാണ് വോട്ടെടുപ്പ്. ഇരു സംസ്ഥാനങ്ങളിലെയും പരസ്യപ്രചാരണം നാളെ അവസാനിക്കും. ഈ മാസം 29-നാണ് പശ്ചിമബംഗാളിൽ രണ്ടാം ഘട്ട വോട്ടെടുപ്പ്. മെയ് 4-നാണ് വോട്ടെണ്ണൽ. പശ്ചിമബംഗാളിൽ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കനത്ത സുരക്ഷാ സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയതായി മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ അറിയിച്ചു. ഇതിന്റെ ഭാഗമായി 152 മണ്ഡലങ്ങളിൽ 2193 ദുരിത പ്രതികരണ ടീമുകളെ വിന്യസിക്കും. തെരഞ്ഞെടുപ്പിനിടെ ഉണ്ടാകാവുന്ന ഏത് അനിഷ്ട സംഭവങ്ങൾക്കും അതിവേഗം പ്രതികരിക്കുക എന്നതാണ് പ്രധാന ചുമതല. അതിർത്തി പ്രദേശങ്ങളിലും സംഘർഷ സാധ്യതയുള്ള ജില്ലകളിലും പ്രത്യേക ശ്രദ്ധ നൽകിയിട്ടുണ്ട്. സംസ്ഥാനത്ത് കനത്ത ചൂട് ശമനമില്ലാതെ തുടരുന്നു. ഏറ്റവും ഉയർന്ന താപനില പാലക്കാട് ജില്ലയിലാണ്. ഉയർന്ന അൾട്രാവയലറ്റ് സൂചിക രേഖപ്പെടുത്തുന്ന സാഹചര്യത്തിൽ പൊതുജനങ്ങൾ സുരക്ഷാ മുൻകരുതലുകൾ സ്വീകരിക്കണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. ഒരു റിപ്പോർട്ട്. ഉയർന്ന താപനില തുടരുന്നതിനാൽ ഇന്നു മുതൽ പാലക്കാട് ജില്ലയിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെയും ക്ലാസുകൾ നിർത്തിവെക്കാൻ ജില്ലാ ദുരന്ത നിവാരണ അധ്യക്ഷ കൂടിയായ ജില്ലാ കളക്ടർ ഉത്തരവിട്ടു. സ്കൂളുകൾ, പ്രൊഫഷണൽ, ടെക്നിക്കൽ ഉൾപ്പെടെയുള്ള കോളേജുകൾ, കോച്ചിംഗ് സെന്ററുകൾ എന്നിവിടങ്ങളിലെ ക്ലാസുകൾ ഉൾപ്പെടെ നിർത്തിവെക്കാനാണ് നിർദ്ദേശം. പകൽ 11 മണി മുതൽ 3 മണി വരെ നേരിട്ടുള്ള സൂര്യപ്രകാശം ഏൽക്കുന്നത് പരമാവധി ഒഴിവാക്കണമെന്ന് നിർദ്ദേശത്തിൽ പറയുന്നു. ചൂട് കൂടുന്നതിനാൽ ഇഴജന്തുക്കൾ കൂടുതലായി മാളങ്ങളിൽ നിന്ന് പുറത്തിറങ്ങാൻ സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കണം. അതേസമയം തിരുവനന്തപുരത്ത് ഒറ്റപ്പെട്ടയിടങ്ങളിൽ മഴയ്ക്ക് സാധ്യതയുണ്ട്. വയനാട്ടിലും എറണാകുളത്തും ഇന്നലെ ശക്തമായ കാറ്റും മഴയും ഉണ്ടായിരുന്നു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. കേന്ദ്ര സർക്കാർ വിദ്യാർത്ഥികൾക്ക് സൗജന്യ ലാപ്ടോപ്പുകൾ നൽകുന്നുവെന്ന തരത്തിൽ സമൂഹ മാധ്യമത്തിലുടനീളം പ്രചരിക്കുന്ന വാർത്ത വ്യാജമാണെന്ന് കേന്ദ്ര സർക്കാർ. സർക്കാർ അത്തരമൊരു പദ്ധതി പ്രഖ്യാപിച്ചിട്ടില്ലെന്ന് PIBയുടെ വസ്തുതാ പരിശോധനാ യൂണിറ്റ് അറിയിച്ചു. ഇത്തരം വാർത്തകൾക്കെതിരെ പൗരന്മാർ ജാഗ്രത പാലിക്കണമെന്നും സർക്കാർ പദ്ധതികൾക്കായി ഔദ്യോഗിക വെബ്സൈറ്റുകൾ മാത്രം സന്ദർശിക്കണമെന്നും PIB നിർദ്ദേശിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AIR ന്യൂസ് _TVM X ഹാൻഡിലും ലഭ്യമാണ്. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ ശക്തമെന്ന് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ റിസർച്ച് റിപ്പോർട്ട്. പശ്ചിമേഷ്യൻ സംഘർഷങ്ങളും എണ്ണവില വർധനയും ഉയർത്തുന്ന വെല്ലുവിളികൾ നേരിടാൻ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ സജ്ജമാണെന്ന് SBI റിസർച്ച് വ്യക്തമാക്കി. 2027 സാമ്പത്തിക വർഷത്തിൽ 6.8 മുതൽ 7.1% വരെ GDP വളർച്ച പ്രതീക്ഷിക്കുന്നതായും റിപ്പോർട്ട് സൂചിപ്പിക്കുന്നു. പൂരങ്ങളുടെ പൂരമായ തൃശൂർ പൂരം കൊടിയേറി. തിരുവമ്പാടി, പാറമേക്കാവ് വിഭാഗങ്ങളിൽ പൂരം കൊടിയേറിയതോടെ ഇത്തവണത്തെ തൃശൂർ പൂരത്തിന് തിരശ്ശീല ഉയർന്നു. വിശദാംശങ്ങളുമായി ആകാശവാണി തൃശൂർ ജില്ലാ പ്രതിനിധി ഭരിത പ്രതാപ്.
തൃശൂരിന് ഇനി ആവേശം സിരകളിൽ പടരുന്ന പൂരക്കാലം. ഇലഞ്ഞിത്തറയിലെ മേളപ്പെരുക്കത്തിനൊപ്പം തെക്കേ ഗോപുര വാതിൽക്കൽ വിരിയുന്ന വർണ്ണവിസ്മയങ്ങൾക്കായി ശക്തന്റെ തട്ടകം കാത്തിരിക്കുകയാണ്. ജില്ലയിൽ ഉയർന്ന ചൂട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സാഹചര്യത്തിൽ പൂരം വീക്ഷിക്കാനെത്തുന്ന പൊതുജനങ്ങളുടെ സുരക്ഷയുറപ്പാക്കാൻ ജില്ലാ ഭരണകൂടം നടപടികൾ സ്വീകരിക്കും. തിരുവമ്പാടി പാറമേക്കാവ് വിഭാഗങ്ങളുടെ പന്തൽ നാട്ടുകർമ്മം നേരത്തെ കഴിഞ്ഞ് പന്തൽ പണികൾ തകൃതിയായി നടക്കുകയാണ്. തിരുവമ്പാടി പാറമേക്കാവ് ക്ഷേത്രങ്ങളിലും 8 ഘടക ക്ഷേത്രങ്ങളിലുമാണ് ഇന്ന് കൊടിയേറ്റ് നടക്കുന്നത്. തിരുവമ്പാടി ക്ഷേത്രത്തിൽ രാവിലെ 11-നും 11:30-നും ഇടയിൽ കൊടിയേറ്റ ചടങ്ങുകൾ നടന്നു. പാറമേക്കാവ് ക്ഷേത്രത്തിൽ 11:30-നാണ് കൊടിയേറ്റ് ചടങ്ങുകൾ നടന്നത്. 24-ന് ഇരു വിഭാഗങ്ങളുടെയും ചമയ പ്രദർശനങ്ങൾക്ക് തുടക്കമാകും. ഏപ്രിൽ 24-നാണ് സാമ്പിൾ വെടിക്കെട്ട്. ഏപ്രിൽ 25-ന് പൂര വിളംബര ചടങ്ങുകളും നടക്കും. 26-നും 27-നുമാണ് പൂരപ്രേമികൾ കാത്തിരിക്കുന്ന വിസ്മയങ്ങൾ ഒളിപ്പിച്ചുവെച്ച തൃശൂർ പൂരം അരങ്ങേറുക. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിലേക്ക് ഈ മാസം 24 വരെ ജനങ്ങൾക്ക് അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കാം. മൻ കി ബാത്തിന്റെ 133-ാം പതിപ്പ് ഈ മാസം 26-ന് രാവിലെ 11-ന് ആകാശവാണിയിലും ദൂരദർശനിലും തത്സമയം ലഭ്യമാകും. കടുത്ത വേനലിലും വറ്റാത്ത നീരൊഴുക്കുമായി സഞ്ചാരികളുടെ പ്രിയ താവളമായി മാറുകയാണ് ഇടുക്കി കാന്തല്ലൂരിലെ കച്ചാരം വെള്ളച്ചാട്ടം. ഇന്ത്യയിലെ മികച്ച ടൂറിസം വില്ലേജായി തെരഞ്ഞെടുക്കപ്പെട്ട കാന്തല്ലൂർ പഞ്ചായത്തിലെ പ്രധാന ആകർഷണമാണ് ഇപ്പോൾ ഈ ജലപാതം. മറ്റ് ജലസ്രോതസ്സുകൾ വറ്റി വരളുമ്പോഴും മന്നവൻ ചോലയിൽ നിന്നുള്ള തണുത്ത നീരൊഴുക്ക് ആസ്വദിക്കാൻ നിരവധി പേരാണ് ഇവിടേക്കെത്തുന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ. ഇടുക്കിയിലെ മറ്റു വെള്ളച്ചാട്ടങ്ങളിൽ നീരൊഴുക്ക് കുറഞ്ഞതോടെയാണ് സഞ്ചാരികൾ കച്ചാരത്തെ പ്രധാന ആശ്രയമായി കാണുന്നത്. ദക്ഷിണേഷ്യയിലെ വലിയ ഷോളവനങ്ങളിൽ ഒന്നായ മന്നവൻ ചോലയിൽ നിന്നുള്ള നീരൊഴുക്കായതിനാൽ ഏത് വേനലിലും കാന്തല്ലൂരിലെ കച്ചാരം വെള്ളച്ചാട്ടം ജലസമൃദ്ധമാണ്. ശുദ്ധമായ വെള്ളവും സുരക്ഷിതമായ അന്തരീക്ഷവും സഞ്ചാരികൾക്ക് വെള്ളച്ചാട്ടത്തിൽ നീന്തി കുളിക്കുവാനുള്ള സൗകര്യവും ഇവിടെയുണ്ട്. മറയൂർ കാന്തല്ലൂർ പാതയിൽ കീഴാന്തൂർ ഗ്രാമം വഴിയോ കാന്തല്ലൂർ പഞ്ചായത്ത് ഓഫീസ് ആടിവയൽ പാത വഴിയോ ഇവിടെ എത്തിച്ചേരാം. ഓഫ് റോഡ് പാതയായതിനാൽ ട്രെക്കിംഗ് ജീപ്പുകളാണ് പ്രധാന ആശ്രയം. നിലവിൽ പ്രവേശന ഫീസ് ഇല്ലാതെ തന്നെ ഈ പ്രകൃതി ഭംഗി ആസ്വദിക്കാനുള്ള അവസരമാണ് ഇവിടെയുള്ളത്. IPL ക്രിക്കറ്റിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് മുംബൈ ഇന്ത്യൻസിനെ നേരിടും. രാത്രി 7:30-ന് അഹമ്മദാബാദിലാണ് മത്സരം. ISL ഫുട്ബോളിൽ ഇന്ന് പഞ്ചാബ് FC ഇന്റർകാശിയെ നേരിടും. രാത്രി 7:30-ന് ലുധിയാനയിലാണ് മത്സരം. തമിഴ്നാട്ടിലെ ബിരുദുനഗർ ജില്ലയിലെ പടക്ക നിർമ്മാണശാലയിൽ ഇന്നലെയുണ്ടായ സ്ഫോടനത്തിൽ മരിച്ചവരുടെ എണ്ണം 25-ആയി. തൊഴിലാളികൾ സ്ഫോടക വസ്തുക്കൾ കൈകാര്യം ചെയ്യുന്നതിനിടെയാണ് അപകടമുണ്ടായത്. ഇന്നലെ രാത്രി അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യുന്നതിനിടെയുണ്ടായ രണ്ടാമത്തെ സ്ഫോടനത്തിൽ 12 പേർക്ക് പരിക്കേറ്റു. രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരുന്ന ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർക്കും പോലീസുകാർക്കും ഈ സ്ഫോടനത്തിൽ പരിക്കേറ്റു. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടത്തോടെ വ്യാപാരം ആരംഭിച്ചു. സെൻസെക്സ് 395 പോയിന്റ് ഉയർന്ന 78,889-ലും നിഫ്റ്റി 105 പോയിന്റ് നേട്ടത്തിൽ 24,459-ലും വ്യാപാരം തുടരുന്നു. സ്വർണ്ണവില കുറഞ്ഞു. ഗ്രാമിന് 45 രൂപ താഴ്ന്ന് 14,235 രൂപയും പവന് 360 രൂപ കുറഞ്ഞ് 1,13,880 രൂപയുമാണ് ഇന്നത്തെ വില. തൃശൂർ കോടാലിയിൽ 8 വയസ്സുകാരൻ മരിച്ചത് പാമ്പ് കടിയേറ്റെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. കോടാലി സ്വദേശി സിൽജോയുടെ മകൻ ആൽജോയാണ് മരിച്ചത്. കുട്ടിയുടെ സംസ്കാരം ഇന്ന് വൈകിട്ട് 3 മണിക്ക് നടക്കും. പാമ്പ് കടിയേറ്റ സഹോദരൻ ആനോഷ് ഗുരുതരാവസ്ഥയിൽ തുടരുകയാണ്. കണ്ണൂർ അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജ് BDS വിദ്യാർത്ഥി നിതിൻ രാജന്റെ മരണത്തെക്കുറിച്ച് സ്വതന്ത്ര അന്വേഷണം ആവശ്യപ്പെട്ട് കേരള പുലയർ മഹാസഭ സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ ഓഫീസിലേക്ക് മാർച്ച് നടത്തി. മാർച്ച് പോലീസ് തടഞ്ഞു. തുടർന്ന് പ്രവർത്തകർ പ്രതിഷേധിച്ചു. ഇന്ത്യ-US ഉഭയകക്ഷി വ്യാപാര കരാറിന്റെ ആദ്യഘട്ട ചർച്ചകൾ ഇന്ന് പുനരാരംഭിക്കും. വാഷിംഗ്ടൺ DC-യിലാണ് ചർച്ചകൾ നടക്കുന്നത്. വാണിജ്യ വകുപ്പ് അഡീഷണൽ സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള ഇന്ത്യൻ പ്രതിനിധി സംഘമാണ് ചർച്ചയിൽ പങ്കെടുക്കുന്നത്. കഴിഞ്ഞ 4 മാസത്തിനിടെ വെർച്വലായി നടന്ന ചർച്ചകൾക്ക് ശേഷമുള്ള ആദ്യ നേരിട്ടുള്ള കൂടിക്കാഴ്ചയാണിത്. US-ലെ ലൂയിസിയാനയിൽ കുടുംബ വഴക്കിനെ തുടർന്നുണ്ടായ വെടിവയ്പിൽ 8 കുട്ടികൾ കൊല്ലപ്പെട്ടു. 1.5 വയസ്സ് മുതൽ 14 വയസ്സുവരെ പ്രായമുള്ളവരാണ് മരിച്ചത്. ഇന്നലെ പുലർച്ചെയായിരുന്നു വെടിവയ്പ്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദക്ഷിണ കൊറിയൻ പ്രസിഡന്റ് ലീ ജെ മ്യൂങ്ങുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തുന്നു. സംസ്ഥാനത്ത് കനത്ത ചൂട് തുടരുന്നു. ഏറ്റവും ഉയർന്ന താപനില പാലക്കാട് ജില്ലയിൽ. ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ച സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി. തമിഴ്നാട്ടിലും പശ്ചിമബംഗാളിൽ 1ാം ഘട്ടത്തിനുമുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണം ശക്തമാക്കി രാഷ്ട്രീയ കക്ഷികൾ. പരസ്യപ്രചാരണം നാളെ അവസാനിക്കും. തിരുവമ്പാടി പാറമേക്കാവ് വിഭാഗങ്ങളുടെ കൊടിയേറ്റോടെ തൃശൂർ പൂരത്തിന്റെ ചടങ്ങുകൾക്ക് തുടക്കമായി. പശ്ചിമേഷ്യൻ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ ശക്തമെന്ന് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ റിപ്പോർട്ട്. IPL ക്രിക്കറ്റിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് മുംബൈ ഇന്ത്യൻസിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50-ന്.